ഇനി നമ്മൾ സേഫോ ദേശീയപാത 6 ഇങ്ങനെ പണിയൊക്കെ പൂർത്തിയായി വരികയാണല്ലോ, അതിലൂടെ ചീറിപ്പാഞ്ഞു പോകാൻ നല്ല രസമാണ്. പക്ഷേ അതിനു മുൻപ് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തായാലും ഈ വാഹനം ഓടിക്കുന്നതിന് മുൻപ് പ്രേക്ഷകർ അറിയേണ്ട ചില നിയമങ്ങളിലേക്കാണ്. അത് അറിയാത്തവരാണ് പലരും. ആ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കണ്ടേ? ഫൈസൽ അസീസിന്റെ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്ത് ദേശീയപാതയുടെ നിർമ്മാണം പകുതിയിലധികം പൂർത്തിയായി കഴിഞ്ഞു. ആ പൂർത്തിയാക്കിയവയൊക്കെയും ഇപ്പോൾ തുറന്നു നൽകിയിട്ടുണ്ട്. 6 വരി പാതയായ നമ്മുടെ ദേശീയപാതയിൽ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. അത് കൃത്യമായി പാലിക്കണം, ഇല്ലെങ്കിൽ അവ നിങ്ങളുടെ മരണപാതകളാകും. ഓട്ടോ, ഇരുചക്ര വാഹനങ്ങൾ, ട്രാക്ടർ പോലുള്ള വാഹനങ്ങൾ എന്നിവയ്ക്ക് ഈ 6 വരി പാതയിൽ പ്രവേശനമില്ല. അനധികൃതമായി പ്രവേശിച്ചാൽ അതിന് വലിയ പിഴ കൊടുക്കേണ്ടി വരും. ഇനി ഈ നിയമം ലംഘിച്ച് ഇതിലൂടെ യാത്ര ചെയ്ത് വല്ല അപകടവും സംഭവിച്ചാൽ ഇൻഷുറൻസും ലഭിക്കില്ല. അടയാളങ്ങളും മുന്നറിയിപ്പുകളും കൃത്യമായി ശ്രദ്ധിച്ചു വേണം വാഹനം ഓടിക്കാൻ. ഓരോ മേഖലയിലും അവിടെ പാലിക്കേണ്ട സ്പീഡ് കൃത്യമായി എഴുതിയിട്ടുണ്ട്. അതനുസരിച്ച് വേണം വാഹനത്തിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും. ദേശീയപാതയിൽ ഒരു ഭാഗത്തേക്ക് 3 ട്രാക്കുകളാണ്. ഏറ്റവും ഇടത്തെ ട്രാക്കിലൂടെ ഭാരമുള്ള വാഹനങ്ങൾക്കും ലോറികൾക്കും കടന്നു പോകാം. നടുഭാഗത്തെ ട്രാക്കിലൂടെ ഏത് വാഹനങ്ങൾക്കും പോകാം, പക്ഷേ നിശ്ചിത സ്പീഡ് ക്രമീകരിക്കണമെന്ന് മാത്രം. ഏറ്റവും വലത്തെ ട്രാക്കിലൂടെ എല്ലാ വാഹനങ്ങൾക്കും പോകാൻ സാധിക്കില്ല. അത് ഓവർടേക്ക് ചെയ്യാനുള്ളതും അവശ്യ സർവീസുകളായ ആംബുലൻസ്, ഫയർഫോഴ്സ്, സുരക്ഷാ വാഹനങ്ങൾ എന്നിവയ്ക്ക് കടന്നു പോകാനുള്ളതാണ്. എൻട്രി പോയിന്റിലൂടെ എക്സിറ്റ് ചെയ്യുന്നതും എക്സിറ്റ് പോയിന്റിലൂടെ എൻട്രി ചെയ്യുന്നതും പതിവ് കാഴ്ചയാണ്. അത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയുള്ളൂ. എവിടെ എൻട്രി ചെയ്യണം, എവിടെ എക്സിറ്റ് ചെയ്യണമെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയമം കൃത്യമായും പാലിക്കുക. റോഡിലെ നിയമങ്ങൾ കൃത്യമായി പാലിക്കുക. മുന്നറിയിപ്പുകളും അടയാള ബോർഡുകളും കൃത്യമായി ശ്രദ്ധിക്കുക. താൻ കാരണം ഒരു ജീവൻ നഷ്ടമാവില്ല എന്ന ദൃഢപ്രതിജ്ഞയോടെ വാഹനം ഓടിക്കാൻ ശ്രമിക്കുക. ക്യാമറ പേഴ്സൺ ജിജീഷ് കേസിക്കൊപ്പം ഫൈസൽ അസീസ്, മീഡിയ 1, കോഴിക്കോട്. നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ്. ഇന്നലെ ആ ദേശീയപാത ഡയറക്ടർ പ്രധാനപ്പെട്ട ഒരു വിവരം തന്നിരുന്നു കേട്ടോ. നിങ്ങൾ ദേശീയപാത എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ വലിയ വിഷ്ണറി ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. അവിടെ നിങ്ങളുടെ ബൈക്ക് ഓട്ടോറിക്ഷയും കൊണ്ടുവന്ന് അങ്ങോട്ടേക്ക് വരാം. ഇപ്പൊ നമ്മുടെ ദേശീയപാതയിലൊക്കെ ഉണ്ട്. അതാണ് അത് അതിവേഗം സഞ്ചരിക്കുന്ന ഒരു മാർഗം. അപ്പൊ ഇവർ ഈ യാത്രയ്ക്ക് തടസ്സം നിർത്തുകയാണ്. മാത്രമല്ല വലിയ വേഗതയിലൊക്കെ പോകുന്ന ഒരു സ്ഥലം കൂടിയാണെന്ന്. അപ്പോൾ ചെറിയ നിയമങ്ങളിലൊക്കെ പാലിക്കാതിരുന്നാൽ തന്നെ വലിയ അപകടത്തിനും കാരണമാകും.